ഈ ഡിഎംഒമാരുടെ സ്ഥലംമാറ്റ ഉത്തരവിൽ ആരോഗ്യ വകുപ്പിനെതിരെ ട്രിബ്യൂണൽ വിമർശിച്ചിട്ടുണ്ട്. വേണ്ടത്ര ആലോചന ഇല്ലാതെയാണ് ഡിഎംഒമാരുടെ സ്ഥലം മാറ്റം നടത്തിയത്. പല സ്ഥലം മാറ്റങ്ങളിലും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും ട്രിബ്യൂണൽ പറഞ്ഞു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിജോ വർഗീസാണുള്ളത്. ലിജോ, ഈ സർക്കാർ സർവീസിന് തന്നെ പരിഹാസമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി നടന്ന കസേരകളി. ഒടുവിൽ ഇപ്പോൾ ആശാദേവി ഉറപ്പിച്ചു. പക്ഷേ ട്രിബ്യൂണലിന്റെ കടുത്ത വിമർശനം വരുന്നുണ്ടല്ലേ? എങ്ങനെയൊക്കെയായിരുന്നു വിമർശനങ്ങൾ? ാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ടാകുന്നത്. അതിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കെതിരെയാണ് വിമർശനമുള്ളത്. വേണ്ടത്ര മുൻകരുതലോ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ ചർച്ചയോ ഇല്ലാതെയാണ് ഈ സ്ഥലംമാറ്റ ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വിമർശനം. പല ആളുകളോടും പല ഉദ്യോഗസ്ഥരും സ്വാഭാവികമായി DMO പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കാര്യങ്ങൾ കൂടി കേട്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി കേട്ട ശേഷം ആയിരുന്നു ഇത്തരത്തിലൊരു സ്ഥലമാറ്റം നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അതിനു പകരം ഒരു ഏകപക്ഷീയമായ നിലപാട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായിട്ടുള്ളത്. ആശാദേവിയെ പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് DMO ആയി ചുമതലയേറ്റിരിക്കുന്ന ആശാദേവിയെ സംബന്ധിച്ച് അവർക്ക് ഫേവറബിളായ തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായി എന്നുകൂടി ഈ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം DMO ആയിട്ടുള്ള ആൾക്ക് 1 മാസം കൂടിയാണ് ഇനി വിരമിക്കാനുള്ളത്. പക്ഷെ അവരെയും അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നു. അത്തരത്തിൽ അവരുടെ ഒരു വിരമിക്കൽ സമയത്ത് പോലും കൃത്യമായി അവരെ ഒരു സമാധാനപരമായി അവർക്ക് മുമ്പോട്ട് പോകാനൊരു അവസരം ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ട്രിബ്യൂണലിന്റെ 20-ാം തീയതിയുള്ള ഉത്തരവിലെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഈ 20-ാം തീയതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കുമ്പോൾ ട്രിബ്യൂണൽ വ്യക്തമാക്കിയിരുന്നത് 1 മാസത്തിനുള്ളിൽ ഇപ്പോൾ സ്ഥലമാറ്റം നടത്തിയിരിക്കുന്ന ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട ശേഷം ഇക്കാര്യത്തിലൊരു ഉചിതമായ നടപടി കൈക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഉത്തരവിലും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന സ്ഥലമാറ്റ ഉത്തരവ് എല്ലാവരും അനുസരിക്കണം, അല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാവും. പക്ഷേ ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ വെളിച്ചത്തിൽ 1 മാസത്തിനുള്ളിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട ശേഷം മറ്റൊരു സ്ഥലമാറ്റ ഉത്തരവ് കൂടി പുറപ്പെടുവിക്കാം എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏതായാലും ആ ഉത്തരവ് ഇന്നിപ്പോൾ കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നം 1 മാസത്തിനുള്ളിൽ പരിഹരിക്കുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ലിജോ, വ്യക്തമാണ്.